മുത്തുമണീസ്. അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എന്താ ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ എല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യാത്തവരൊക്കെ എന്നെ സബ് ചെയ്ത് കൂടെ നിൽക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തംബ്നെയിൽ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതിന് നമ്മൾ ഒരു ആപ്പ് എടുക്കണം, ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്പ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇൻഷോട്ടിലാണ് നമ്മൾ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വരൂ. ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇൻഷോട്ട് എന്നുള്ള ആപ്പിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൽ ഫോട്ടോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ന്യൂ എടുക്കുക. അതിൽ ബ്ലാങ്ക് എന്നുള്ളത് എടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതാ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പിപ്പ് എന്ന് കാണും, PIP. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ എന്ത് ഫോട്ടോ ആണോ വേണ്ടത് അതിൽ വെക്കാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോ, ഞാനത് ഈ ഫോട്ടോ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മളിനി ക്രോപ്പ് ചെയ്യുന്നവർക്ക് ക്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പിപ്പ് എന്ന് പറഞ്ഞാൽ അതെടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ മാസ്ക് എന്നുള്ളത് കാണാം. ആ മാസ്ക് ഇങ്ങനെ ടൈപ്പ് ഞെക്കുമ്പോൾ ഇതിങ്ങനെ പല ഓപ്ഷൻ, ഇത് എന്താ സൈസിൽ പല ഷേപ്പിലുള്ളത് വരും. അപ്പോൾ നമുക്ക് റൗണ്ടിൽ വേണമെങ്കിൽ റൗണ്ടിൽ കൊടുക്കാം, കർവായിട്ട് അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. എന്നിട്ട് അത് കൊടുത്ത് അത് സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് വെക്കാം. പിന്നെ നമ്മൾ അതിന് ബാക്ക് വന്നിട്ട് ടൈപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ഇംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്യുന്നത്. ഞാൻ മംഗ്ലീഷ് കീബോർഡിലാണ് ടൈപ്പ് ചെയ്യുന്നത് കേട്ടോ. അത് മംഗ്ലീഷ് കീബോർഡ് നമ്മൾ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഏത് ആപ്പിലും അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാ എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മകൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ട് ഞാനത് മലയാളത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നേരത്തെ എടുത്ത ഫോട്ടോൻ്റെ സൈഡിലായിട്ടാണ് ഞാനിത് എഴുതുന്നത്, ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? ഇത് എന്താ പറഞ്ഞാൽ നിങ്ങൾ ഈ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ആപ്പ് തുറന്ന് വെച്ചിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് ചെയ്യാൻ പറ്റും. അതായത് പിന്നെ ഇത് ഒന്നും ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അറിയുന്നവരോടല്ല. അപ്പോൾ ഇത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ അറ്റത്തൊരു പെന്ന് പോലുള്ള ഒരു ഐക്കൺ കാണാം. ആ ഐക്കൺ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കി കൊടുക്കാൻ പറ്റും. പിന്നെ ഈ കളറ് കാണുന്നുണ്ടോ, ചുവപ്പ്, മഞ്ഞ, പച്ച, അങ്ങനത്തെ കളർ. ആ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൽ ഏത് കളറാണോ ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത സംഭവത്തിന് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി വേറെ തരത്തിൽ നിങ്ങൾക്ക് ഇപ്പം മഞ്ഞ കളറിൽ ബ്ലാക്കിൽ എഴുതിയിട്ടെല്ലാം വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ കളറ് ചേഞ്ച് ചെയ്യുന്നതിൻ്റെ താഴെ നിങ്ങൾക്ക് കുറേ ഇതിൽ എന്താ പോക്കറ്റായിട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വെറൈറ്റി നെയിം കൊടുക്കുക. കണ്ടോ, ഇതിൻ്റെ താഴെ ഇതാ മഞ്ഞയിൽ, കറുപ്പിൽ, ചുവപ്പിൽ, വെള്ളയിൽ, അതിലെല്ലാം ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള രീതിയിൽ ടൈപ്പായിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ നല്ല കളർഫുൾ ആക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ എന്നിട്ട് നമ്മൾ ആ നെയിം നമ്മളിപ്പോൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കളർ ചേഞ്ച് ചെയ്തത് നമ്മൾ ബോർഡർ എന്ന് പറയുന്നുണ്ട് സംഭവം കണ്ടോ. ഇവിടെ ആ ബോർഡറിൽ ക്ലിക്ക് ചെയ്ത് അത് കൂട്ടോ കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും. അതിന് ശേഷം ഷാഡോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷാഡോയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം, ഞാനിപ്പോൾ ചെയ്ത പോലെ. നിങ്ങൾ ആദ്യം ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അതിന് ശേഷം വേണം നിങ്ങളുടെ ഫോണിൽ ചെയ്യാൻ. നിങ്ങൾ 2 ഫോണുണ്ടെങ്കിൽ ഒരു ഫോണിൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ സ്റ്റിക്കറിൽ തൊടുമ്പോൾ ഇതിങ്ങനെ കുറേ ഓപ്ഷൻ വരും. അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഒരു ലവിൻ്റെ ചിഹ്നം കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബ് എന്നുള്ള ഇത് നമുക്കിപ്പോൾ തംബ്നെയിലിൽ കൊണ്ടുവരാൻ പറ്റും, സബ്സ്ക്രൈബ് ബട്ടൺ. പിന്നെ അതേ ഇതിൽ തന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മൾ ഗാലറീൻ്റെ പിക്ചർ കാണും. അതിൽ നമ്മൾ മുന്നേ എടുത്ത് വെച്ചിട്ടുള്ള യൂട്യൂബിൻ്റെ സിമ്പൽ കാണാം, യൂട്യൂബിൻ്റെ ഐക്കൺ. അപ്പോൾ ആ ഐക്കൺ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഈ എഡിറ്റ് ചെയ്യുന്നതിൽ ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ തംബ്നെയിൽ എഴുതുന്നതിൽ നമുക്കിപ്പോൾ അത് ചെയ്ത് പിന്നെ നമ്മളിപ്പോൾ എഴുത്തും കാര്യങ്ങളും ഈ തംബ്നെയിലിൻ്റെ എന്താ ടൈപ്പ് ചെയ്തതും ഫോട്ടോസെല്ലാം
അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആക്കണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ആക്കാൻ പറ്റും കേട്ടോ. അത് മുകളിലോട്ടും താഴോട്ടും ഒക്കെ ആക്കാൻ പറ്റും. അപ്പോൾ ഇതാ എല്ലാം അതാത് രീതിയിലേക്ക് എടുത്ത് വെച്ചിട്ട് ആ ഫോട്ടോ കൂടി കുറച്ച് മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിപ്പം നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ ആ ഒരു ഇതിൽ ക്രോപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ക്രോപ്പ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ ഇതുണ്ടാവുമല്ലോ, അത് യൂട്യൂബിൻ്റെ തന്നെ ക്യാൻവാസിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ എന്നിട്ട് നമ്മൾ സേവ് കൊടുക്കുമ്പോൾ അത് നമ്മുടെ ഗാലറിയിലേക്ക് വന്ന് സേവ് ആയി കിടക്കും. അതിന് മുന്നേ പരസ്യമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ആ പരസ്യമെല്ലാം നമ്മൾ ഇൻഡുള്ള സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ പരസ്യമെല്ലാം പോയിക്കൊള്ളൂ കേട്ടോ. സ്കിപ്പ് അടിക്കാനുള്ളത് നമുക്ക് സ്കിപ്പ് അടിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇതാണ് ക്യാൻവാസ് കേട്ടോ. ഓരോ ക്യാൻവാസുകളാണിത്. അത് ക്യാൻവാസ് എന്ന് പറയുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ പറ്റും ക്യാൻവാസ്. അതായത് നമ്മൾ ക്യാൻവാസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ക്യാൻവാസ് വരും. അതിൽ ഇൻസ്റ്റയിൽ ഇടുന്നതുണ്ടാവും, ഫേസ്ബുക്കിലിടുന്ന അത് 9:1 അങ്ങനെയെല്ലാം ഉള്ളതുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇതിനൊത്തിട്ട് യൂട്യൂബിൻ്റെ ആ ഒരു ക്യാൻവാസിലാക്കിയിട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മതി ഇത്. അപ്പോൾ ഇത് എന്താ സപ്പോർട്ട് ചെയ്തേക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ബൈ.